തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷത്തുള്ളവർ സമരം നടത്തുകയാണ്. ഇപ്പോൾ പെരിന്തൽമണ്ണ നഗരസഭയിലേക്കും കഴിഞ്ഞ ദിവസം സമരം നടന്നായിരുന്നു. വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അവിടെ കൗൺസിലർമാരും മുൻ കൗൺസിലർമാരും എല്ലാവരും പങ്കെടുത്തായിരുന്നു. അപ്പോൾ അന്ന് അത് ഉദ്ഘാടനം ചെയ്ത മുൻ MLA പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള ശ്രമം ചെറുക്കുമെന്നാണ്. അതുകൂടാതെ അവിടെ സംസാരിച്ച നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ LDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്നാണ്. അപ്പോൾ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് രാജേന്ദ്രൻ അദ്ദേഹത്തോട് ചോദിക്കാം, അപ്പൊ ഈ ജനങ്ങളൊക്കെ ഇപ്പോ ഭരണം UDF സർക്കാരിന്റെ ഭരണവും ഈ പെരിന്തൽമണ്ണ നഗരസഭയിൽ 35 വർഷം കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങൾക്ക് അധികാരം കിട്ടിയത്. അതൊക്കെ ജനങ്ങൾ മടുത്തു തുടങ്ങിയെന്നാണോ അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? അതവരുടെ സമരം എന്ന് പറഞ്ഞൊരു പ്രഹസനമല്ലേ. ഞങ്ങളിവിടെ കയറിയിട്ട് 7 മാസമല്ലേ ആയിട്ടുള്ളൂ. അല്ല, ഞങ്ങളൊരു അലാവുദ്ദീൻ അത്ഭുതങ്ങളൊക്കെയായിട്ടൊന്നല്ല ഈ ഭരണത്തിൽ കയറിയത്. അവർ 35 കൊല്ലമായി ഈ മുനിസിപ്പാലിറ്റിയെ കട്ടുപിടിച്ച് അട്ട തിന്നുന്ന പോലെ അള്ളിപ്പിടിച്ചിരുന്നിട്ട് ഇതിലെ രക്തം മുഴുവൻ കാർന്ന് കുടിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഭരണം ഇവിടെ കിട്ടി. ആ കിട്ടിയപ്പോൾ ഇവർ ഉണ്ടാക്കിയ കടങ്ങൾ ആദ്യം വീട്ടണം. ആ കടങ്ങൾ വീട്ടിയിട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അത് ഞങ്ങൾ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് കാര്യം എന്താണ്? അങ്ങാടിയിൽ ഞങ്ങൾ ഇനി 1500 സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ പോവുകയാണ്. ഒരു ലൈറ്റ് പോലും ഇല്ല മര്യാദക്ക് കത്തുന്ന. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു പാർട്ടിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യും. കൂടാതെ പൊടിഞ്ഞു കിടന്ന ഓടകളൊക്കെ മാറ്റി സ്ലാബ് മാറ്റി ഉഷാറാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ടൗണിൽ പല വികസനങ്ങളും ഇനി വരാൻ കിടക്കുകയാണ്. അതേപോലെ സംസ്ഥാന സർക്കാർ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചല്ലോ, അപ്പൊ ഇനി വികസനമൊക്കെ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സമരം നടത്തുന്നത്. പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചാൽ അവരുടെ ഭരണകാലത്ത്, അവരുടെ 10 കൊല്ല കാലത്ത് എത്ര പ്രാവശ്യം പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട്. നമ്മുടെ ഭരണകാലത്ത് വെട്ടിക്കുറച്ച് എന്താ വെച്ചാൽ ഇതിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് അടുത്ത മാർച്ചോടുകൂടി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അടുത്ത മാർച്ചോടുകൂടി പല അത്ഭുതങ്ങളും ഇവിടെ നടക്കും. അതിൽ ധനകാര്യ വിദഗ്ധനായ മുഖ്യമന്ത്രിയാണ് നമ്മുടെ മുഖ്യമന്ത്രി. അയാളുടെ ഇവിടെ അത്ഭുതങ്ങൾ കാട്ടും. ധനവകുപ്പ് മന്ത്രി കൂടിയാണ്. ധനവകുപ്പ് മന്ത്രി കൂടിയാണ്. അദ്ദേഹം ഇവിടെ കുറെ അത്ഭുതങ്ങൾ കാട്ടും. അപ്പൊ അത് അവർ കണ്ട് ഞെട്ടിദ്ധരിക്കും. അതാണ് ഈ സംസ്ഥാനത്ത് ഇനി എന്തൊക്കെ വരാൻ പോകുന്നു, എന്തൊക്കെ നടക്കും, എന്തെല്ലാം വികസനങ്ങൾ വരും എന്നുള്ളത് അവർ ഈ മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കണം. അവരങ്ങനെ ഇവർ ഈ സമരം നടത്തുന്നത് ഈ മുഖ്യമന്ത്രി അന്ന് അത്ഭുതങ്ങൾ കാണിക്കുമോ? അപ്പൊ അതിനു മുമ്പേ സമരം നടത്തി തീർക്കുന്നതാണെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അല്ല, അവര് സമരം ചെയ്യട്ടെ. 10 കൊല്ലക്കാലമായിട്ട് അള്ളിപ്പിടിച്ചിരിക്കുന്നല്ലേ. അവര് സമരം ചെയ്യണം. അവർ സമരമുഖത്ത് ഉണ്ടാവണം. അപ്പോഴല്ലേ ഭരിക്കാൻ ഞങ്ങൾക്കൊരു ഉഷാറാണ്ടത്. അവരിങ്ങനെ സമരം ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, അപ്പൊ ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല. ഈ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചൊന്നും വലിയ വിഷയമാക്കണ്ട. അത് വികസനങ്ങളെ ബാധിക്കില്ല എന്ന് ജനങ്ങൾ വിശ്വസിച്ചോട്ടെ. തീർച്ചയായിട്ടും ഇത് ഒരിക്കലും വികസനത്തിന്റെ ഒരിക്കലും ഒരു മാന്യം ഉണ്ടാവില്ല. അതിന് വേണ്ടുന്ന അടുത്ത പ്രാവശ്യം മാർച്ചോടും കൂടി നമ്മുടെ പ്ലാൻ ഫണ്ട് മുനിസിപ്പാലിറ്റിക്ക് കോർപ്പറേഷൻ കൊടുക്കാനുള്ള ഫണ്ടുകൾ അത് കൂടുതൽ ചെയ്യാമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടേ. പിന്നെ എന്താ ഇവർ കിടന്ന് ബേജാറാവണേ? ഇവർക്ക് ഭരണം നഷ്ടപ്പെട്ടതിന്റെ വെറുതെയാണ്. അത് അവർക്ക് ഭരണമില്ലാതെ പിടിച്ചിരിക്കാൻ കഴിയില്ല. അതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ പോരായ്മ. അല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇവിടെ LDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതവരുടെ സ്വപ്നല്ലേ. ഒരിക്കലും അത് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണോ? ജനങ്ങൾ മുഴുവൻ മടുത്തിട്ടല്ലേ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് 102 സീറ്റോടെ അധികാരത്തിൽ വന്നത്. ഇവിടെ ഈ പെരിന്തൽമണ്ണയിൽ എന്താ വെച്ചാൽ ഇവിടുത്തെ ജനങ്ങളെ 10-35 കൊല്ലക്കാലം ഇവർ ഭരിച്ചു മുടിച്ച മുനിസിപ്പാലിറ്റി ആ ജനങ്ങൾ മുഴുവൻ വെറുത്തിട്ടാണ് ഞങ്ങൾക്ക് ഭരണം തന്നത്. അപ്പൊ ഞങ്ങൾ അതിന്റെ ഓരോരോ കാര്യങ്ങൾ പഠിച്ച് എന്തൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണം നിങ്ങൾക്ക് പറയാം. 2000 റുപ്യ അവിടെ പെൻഷൻ കൊടുക്കേണ്ട ആളുകൾ ഇവരെ വെറും CPM മെമ്പർമാർക്ക് മാത്രമേ കൊടുത്തിരുന്നത്. അത് 10-400 ആളുകൾ ഇപ്പൊ ഞങ്ങൾ വന്നപ്പോൾ കിട്ടാതിരുന്ന പല ആളുകൾക്ക് ഇപ്പൊ പെൻഷൻ കൊടുത്തു. 10-400 ആളുകൾ പുതിയതായി പെൻഷൻ കൊടുത്തു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചെയ്യാൻ സമ്മതിക്കാതെ വെറുതെ കിടന്നിട്ട് ഒച്ചമ്പിടി ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഞങ്ങൾ തന്നെ ഇവിടെ ഭരിക്കും. ഇനിയും ഞങ്ങൾ തന്നെ വരും. അതായത് ഇതൊക്കെ ശരിയാവും. അടുത്ത മാർച്ചോട് കൂടി ബജറ്റില് മുഖ്യമന്ത്രി അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാം. അതുവരെ സമരം നടത്തട്ടെ. സമരം നടത്തൽ അവരുടെ അവകാശമാണല്ലോ. അപ്പോൾ വികസനങ്ങളൊന്നും മുടങ്ങില്ല. എല്ലാം കൃത്യമായി തന്നെ നടക്കും. മാർച്ചിലെ ബജറ്റിൽ മുഖ്യമന്ത്രി ഒരു അത്ഭുതങ്ങളായിരിക്കും കാണിക്കുക എന്നാണ് കോൺഗ്രസിന്റെ പെരിന്തൽമണ്ണ മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റി മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് രാജേന്ദ്രൻ പറയുന്നത്. നമ്മുടെ നാടിന് വികസനങ്ങൾ വേണം, പണം വേണം, വികസിപ്പിക്കണമെങ്കിൽ പണം വേണം. അതെല്ലാം ശരിയായ രീതിയിലൊക്കെ നമ്മുടെ ഖജനാവിലേക്ക് വരണം. അതെടുത്ത് വിക്രയങ്ങൾ ചെയ്യാൻ സാധിക്കണം. അപ്പൊ അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം അടുത്ത 2027 മാർച്ച് വരെ അല്ലെ. നമുക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കാണാൻ മാർച്ച് വരെ നമുക്ക് കാത്തിരിക്കാം.
അതുവരെ വെയിറ്റ് ചെയ്തേ പറ്റുമെന്ന ഇവരും പറയുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ജബ്ബാർ വേണാട്, വൺ ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ. ആറ്റ്ലസ് പെരിന്തൽമണ്ണയിൽ ബ്രഹ്മാണ്ഡ ഓഫർ കൊടിയേറി. പെരിന്തൽമണ്ണയിൽ ചരിത്രം തിരുത്തി കുറിക്കാൻ വിപ്ലവകരമായ വിലക്കുറവുമായി ആറ്റ്ലസ് ഫാഷനിൽ കളമൊരുങ്ങുന്നു. 1000 സെറ്റ് സാരികൾ വെറും 1 രൂപയ്ക്ക്. ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ 5 വരെ ആദ്യം ഷോറൂമിലെത്തുന്ന 1000 പേർക്ക് വെറും 1 രൂപയ്ക്ക് സെറ്റ് സാരി. ഓരോ ദിവസവും 200 സെറ്റ് സാരി വീതം 5 ദിവസങ്ങളിലായി ഈ ഓഫർ ലഭ്യമാവും. 10 ലക്ഷം വസ്ത്രങ്ങൾ ഏതെടുത്താലും ബൈ 1 ഗെറ്റ് 2 ഓഫറിൽ ആറ്റ്ലസ് ഫാഷന്റെ 15000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന സെക്കൻഡ് ഫ്ലോറിൽ ഒരുക്കിയിരിക്കുന്നു. 500-ൽ പരം ഉൽപ്പന്നങ്ങൾക്ക് ബ്രഹ്മാണ്ഡ വിലക്കുറവും ഒന്നിനൊന്ന് ഫ്രീയും. കോട്ട് സെറ്റ്, കുർത്തീസ്, പല്ലാസോ, നൈറ്റീസ്, സാരീസ്, ചുരിദാർ, ഷോർട്ട് ടോപ്പ്, ടീ-ഷർട്ട്, ബാഗി പാൻസ് ഏതെടുത്താലും ഒന്നിനൊന്ന് ഫ്രീ. മെൻസ് ഷർട്ട്, കോട്ടൺ പാന്റ്, ഫോർമൽ പാൻസ്, ബാഗി പാൻസ്, ടീ-ഷർട്ട് ഏതെടുത്താലും ഒന്നിനൊന്ന് ഫ്രീ. കിഡ്സ് ബാഗി പാന്റ്, ഷർട്ട് ആൻഡ് ടോപ്പ്, ഫ്രോക്സ്, കോട്ട് സെറ്റ്, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് ഏതെടുത്താലും ഒന്നിനൊന്ന് ഫ്രീ. ധോത്തി ഒന്നെടുത്താൽ 2 ഫ്രീ. ബെഡ്ഷീറ്റ് ഒന്നെടുത്താൽ 2 ഫ്രീ. ലേഡീസ് ടീ-ഷർട്ട് ഒന്നെടുത്താൽ 2 ഫ്രീ. കൂടാതെ വിപ്ലവകരമായ വിലക്കുറവിൽ ഒട്ടനവധി ഫാഷനബിൾ വസ്ത്രങ്ങളും ആറ്റ്ലസിൽ നിന്നും ഇപ്പോൾ സ്വന്തമാക്കാം. ആറ്റ്ലസ് ഫാഷൻ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, പാലക്കാട് റോഡ്, പെരിന്തൽമണ്ണ.